നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു വിഷയത്തിൽ ജനശ്രദ്ധയോ അല്ലെങ്കിൽ മാധ്യമ ചർച്ചയോ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു കമ്മീഷനെ നിയമിക്കും. അതല്ലെങ്കിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കും. കമ്മിറ്റിയാണോ കമ്മീഷനാണെന്നോ ഏറ്റവും അവസാനം വരെ പറയാതെ സംസ്ഥാന സർക്കാർ മലയാള സിനിമയിലെ നടിമാർ അനുഭവിക്കുന്ന യാതനകളെപ്പറ്റി, പീഡനങ്ങളെപ്പറ്റി, ശാരീരിക വൈകൃതങ്ങളെപ്പറ്റിയൊക്കെ പഠിക്കുവാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചു. ആദ്യമൊക്കെ ആൾക്കാർ അത് കമ്മീഷനാണെന്നാണ് വിചാരിച്ചത്. റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പറയുന്നത് കമ്മിറ്റിയാണ്, കമ്മീഷൻ അല്ല എന്ന് പറഞ്ഞു. ജുഡീഷ്യൽ കമ്മീഷനാണെങ്കിൽ ഡയറക്റ്റ് കേസിന് പോകാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ആക്കാതിരുന്നത്. അന്നോട്ടേ ആരെയൊക്കെയോ രക്ഷിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. എന്നാൽ ഈ കമ്മിറ്റി ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ വരികയും ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ മലയാളത്തിലെ മിക്ക നടികളും, അതായത് പരാതി ഉള്ളവർ ഒക്കെ ചെന്ന് പരാതി പറഞ്ഞു. പരാതി പറഞ്ഞ കൂട്ടത്തിൽ തങ്ങളുടേത് അല്ലാതെ തങ്ങൾ കേട്ടതായ കാര്യങ്ങൾ കൂടി, ഇന്ന നടി പറഞ്ഞു, ഇന്ന നടി പറഞ്ഞു, ഇന്ന പോലെ പറഞ്ഞു, ഇന്ന കുട്ടിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള കാര്യങ്ങൾ കൂടി വിശദീകരിച്ച് സംസാരിച്ചു. ഇതെല്ലാം കമ്മിറ്റി നോട്ട് ചെയ്തിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിൻ്റെ പുറത്ത് ചില കേസുകളിൽ കേസെടുത്തു. ഈ മൊഴി കൊടുത്തവരാരും തന്നെ പിന്നീട് വന്ന് മൊഴി കൊടുക്കാത്തതുകൊണ്ട് പോലീസിന് കേസെടുക്കാൻ പറ്റാതെ വന്നു. അതാണ് കമ്മിറ്റി തങ്ങളുടെ വ്യത്യാസത്തിൽ വന്നത്. അങ്ങനെ തങ്ങൾ കൊടുത്ത മൊഴിയുടെ പുറത്ത് കേസെടുക്കരുതെന്നും പറഞ്ഞ പോലെ കുറേ ആൾക്കാർ സുപ്രീം കോടതിയിൽ പോയി. ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ കാര്യത്തിൽ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് മലയാളത്തിലെ രാഷ്ട്രീയക്കാരനായ, ഒരുപക്ഷെ ഒരു ചെറിയ അഹങ്കാരി കൂടിയായ ഒരു നടനെതിരെയുള്ള പീഡന പരാതിയുടെ പുറത്ത് പോലീസ് ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നടനെതിരെയുള്ള പരാതിയുടെ പുറത്ത് എറണാകുളം ആലുവ സ്വദേശിയായ നടി കൊടുത്ത പരാതി, ആ പരാതി കൊടുത്തതിന് ശേഷം അവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടൻ്റെ പിണിയാളുകൾ ഉൾപ്പെടെ അവരെ അപകീർത്തികരമായ രീതിയിൽ അവരെ പറ്റി പോസ്റ്റ് ഇടുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തു. അന്ന് അവർ പറഞ്ഞൊക്കെ കള്ളമാണെന്ന് പറഞ്ഞു. അയാൾക്ക് മുൻകൂർ ജാമ്യമൊക്കെ നൽകി. ഏതായാലും അയാൾ ജയിലിൽ കിടക്കാതെ റിമാൻഡിലാവാതെ രക്ഷപ്പെട്ടു വന്നു. സാധാരണ സ്ത്രീയുടെ പരാതിയുടെ പുറത്ത് ഒരാളിനെ അറസ്റ്റ് ചെയ്താൽ അയാൾ റിമാൻഡ് ചെയ്യുക സ്വാഭാവികമാണ്. ഇവിടെ റിമാൻഡ് ഒഴിവാക്കി നടൻ പുറത്തു വന്നു. അതിനുശേഷം ആ നടി തൻ്റെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നെന്ന് പറഞ്ഞു. പിന്നീട് അവർ പരാതി പിൻവലിക്കുകയാണ്. എനിക്ക് അനുകൂലമായ രീതിയിൽ സംസ്ഥാന സർക്കാരോ അന്വേഷണ ഉദ്യോഗസ്ഥരോ പെരുമാറുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ പരാതിയിൽ നിന്ന് പുറമോട്ട് പോവുകയാണ്, എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു. പിന്നീട് അവർ അതിൽ അടിയുറച്ചു നിൽക്കുകയും ആ കേസിൽ കൊല്ലം MLA കൂടിയായ നടൻ മുകേഷിനെതിരെ വ്യക്തമായി തെളിവുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് ഉറപ്പാക്കിക്കൊണ്ട് കേരളത്തിലെ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്നു. ഫൈനൽ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, അത് അന്ന് പറഞ്ഞു വിധി വരട്ടെ, ജാമ്യം കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ, അപ്പോൾ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്തെ MLA മാർക്കും മന്ത്രിമാർക്കും ചില മന്ത്രിമാർക്കും ഒക്കെ എന്തിൻ്റെ അസുഖമാണ് എന്നാണ് ചോദിക്കേണ്ടിയിരിക്കുന്നത്. ഈ MLA ആയ നടൻ വളരെ കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തെ വിളിച്ച ഒരു പയ്യൻ്റെ അടുത്ത് തട്ടിക്കയറി നമ്മൾ കേട്ടാണ്. അഹങ്കാരത്തിൻ്റെ മൂർത്തിമത് ഭാവം ആരാണെന്ന് ചോദിച്ചാൽ അത് ഇദ്ദേഹമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തെയാണ് കഴിഞ്ഞ കൊല്ലം പാർലമെന്റ് ഇലക്ഷന് മത്സരിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. അപ്പോൾ ഇത്തരം പീഡകരും അഹങ്കാരികളും മാത്രമേ, അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരാണോ കേരള രാഷ്ട്രീയത്തിന് ആവശ്യമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കലാകാരൻ, സാഹിത്യകാരൻ എന്നൊക്കെ പറയുന്നത് സമൂഹത്തിൻ്റെ നേർചിത്രമാകണം. കണ്ണീർ ഒപ്പേണ്ടവനാണ്, മറ്റുള്ളവരെ കണ്ണീർ കണ്ടാൽ അലിയേണ്ടവനാണ്. പെട്ടെന്ന് വരുന്ന ഈ ഞെളിവിളി വികാരത്തിന് അടിമയാകാൻ പാടില്ല. പക്ഷെ ഇവിടെ ഈ നടൻ അങ്ങനെയാണ് എന്നാണ് ഈ ഫൈനൽ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ശരിക്കും ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ മൊഴി കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ചിട്ടുള്ള ആൾക്കാർ ശരിയായ രീതിയിൽ FIRന് ഉതകുന്ന രീതിയിലുള്ള മൊഴി കൊടുത്താൽ അതിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന പല വമ്പന്മാരും ഇതുപോലെ ഫൈനൽ റിപ്പോർട്ടിൽ പ്രതിയായി കോടതിന് മുമ്പിൽ വരുമായിരുന്നു. എല്ലാം ഒരു ഒത്തുതീർപ്പിൻ്റെ വക്കിലാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരാൾക്കും പരാതിയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം. ആ റിപ്പോർട്ടിൽ പോലും സർക്കാർ വെള്ളപൂശി അല്ലെങ്കിൽ കത്രിക വെച്ചു. ആ റിപ്പോർട്ട് മൊത്തത്തിൽ പുറത്തു വിടേണ്ടായിരുന്നു. മൊത്തത്തിൽ പുറത്തു വിട്ടിരുന്നു എങ്കിൽ പലരുടെയും മുഖം നമുക്കറിയാമായിരുന്നു.
ഇല്ലെങ്കിൽ അവർക്കെതിരെ ഡിഫോമേഷൻ കേസ് കൊടുക്കട്ടെ, ഈ നടി പറഞ്ഞത് തെറ്റാണെങ്കിൽ. എല്ലാവരുടെയും കയ്യിൽ ഈ ആധുനിക കാലത്തിലെ വളരെ പ്രയോജനപ്രദമായ മൊബൈൽ ഉള്ളതുകൊണ്ടും വാട്സപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് മിക്ക കാര്യങ്ങൾക്കും തെളിവുണ്ടാകും എന്നുള്ളതാണ് സത്യം. എന്തായാലും നടൻ മുകേഷിൻ്റെ കേസ് ശരിയായ രീതിയിൽ വിചാരണ നടന്നാൽ അദ്ദേഹം ജയിലിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ ജാമ്യം കിട്ടിയേക്കാം. പക്ഷേ ശിക്ഷിക്കപ്പെടാനുള്ള എല്ലാ തെളിവുകളോടും കൂടിയാണ് ഫൈനൽ റിപ്പോർട്ട് ഹാജരാക്കിയിരിക്കുന്നത്. ആ ഫൈനൽ റിപ്പോർട്ട് കോടതി സ്വീകരിച്ച് വിചാരണയിലേക്ക് നീങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.